ആകയാൽ നാം എന്തു പറയണ്ടോ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപം ചെയ്യരുത്, ഒരു നാളും അരുത്. 38 വർഷമായി ബെഥസ്ദ കുളക്കരയിൽ ഒരു വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു കിടക്കുന്ന ആ പക്ഷപാതക്കാരൻ്റെ അടുക്കൽ വന്ന് യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിപ്പാൻ ആരുമില്ല. യേശു കർത്താവ് മനസ്സലിഞ്ഞവനെ സൗഖ്യമാക്കി. അവൻ വലിയ സന്തോഷമുണ്ടായി. അടുത്ത ദിവസം യേശു അവനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യമായല്ലേ? ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, കൃപയാണ് നാം അനുഭവിക്കുന്നത്. പാപികളും ദോഷികളും ശത്രുക്കളും ഒക്കെ ആയിരുന്ന നമ്മെ കർത്താവ് സ്നേഹിച്ചു. നമുക്ക് വേണ്ടി യേശു മരിച്ചു. പാപം പെരുകിയ സ്ഥാനത്താണ് കൃപ വർദ്ധിച്ചത്. പാപികളായ ശത്രുക്കളായ നമുക്ക് വേണ്ടി ദൈവകൃപ ഉദിച്ചു. കൃപ പെരുകി. ആ ദൈവകൃപയാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? നോ, ഒരു നാളും അരുത്, ഒരു നാളും അരുത്. നമ്മെ ശുദ്ധീകരിച്ചത് യേശുവിൻ്റെ വിശുദ്ധ രക്തമാണ്. അതിന് വിലയിടാൻ നമുക്ക് കഴിയില്ല. പൊന്നു വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് ദൈവം നമ്മെ കഴുകിയത്, നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യരുത്. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കരുത്. പാപം ചെയ്യരുത്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. പാപം ചെയ്യരുത്. നാം സത്യത്തിൻ്റെ പരിജ്ഞാനം ഗ്രഹിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ ഇനി നമ്മെ രക്ഷിക്കാൻ ഒരു യാഗം ഉണ്ടാകില്ല. ഇനി ഒരു യാഗം ഉണ്ടാകില്ല. നമ്മെ ശുദ്ധീകരിച്ച ആ വിശുദ്ധ രക്തത്തെ മലിനമെന്ന് എണ്ണരുത്. ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരാകരുത്. പാപത്തിൻ്റെ വഴികളിൽ പിന്നെയും ഇറങ്ങിപ്പോകുന്നവർ ആ രക്തത്തെ, ദൈവപുത്രനെ തള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനായി നന്ദി പറയാം. നമ്മെ രക്ഷിക്കുവാൻ കാൽവറിയിൽ നടന്ന യാഗത്തിന് നന്ദി പറയാം. പാപം ചെയ്യരുത്, പാപത്തിൽ തുടരരുത്. അങ്ങനെ വീണ്ടും പാപത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ നമ്മെ വീണ്ടെടുക്കാൻ പ്രയാസമാണ്. ഇനിയൊരു യാഗം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ലഭിച്ച കൃപയ്ക്ക് നന്ദി പറയാം. ലഭിച്ച കൃപയെ ജ്വലിപ്പിക്കാം. വീണ്ടും ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കാം. നന്ദിയുള്ളവരാകാം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടാം, ആത്മാവിനാൽ നിറയപ്പെടാം. ദൈവസ്നേഹത്തെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം. കർത്താവിനെ തീക്ഷ്ണതയോടെ, പരമാർത്ഥതയോടെ സേവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.